ആദ്യമായാണ് ആ കോളേജിലേക്ക് വരുന്നത്. വലിയ ക്യാമ്പസും ബഹളങ്ങളും എല്ലാം അവൾക്ക് തികച്ചും അപരിചിതമായിരുന്നു. പഠിത്തമല്ലാതെ മറ്റൊന്നിലേക്കും ശ്രദ്ധ പോകരുത്, അവിടെ ചെന്ന് വല്ല പ്രണയത്തിലും ചെന്ന് ചാടിയാൽ വിവരം അറിയും എന്ന വീട്ടുകാരുടെ കർശനമായ മുന്നറിയിപ്പ് അവളുടെ കാതുകളിൽ എപ്പോഴും മുഴങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്ലാസ്സിലെ മറ്റു കുട്ടികളോട് അധികം സംസാരിക്കാതെ തന്റെ പുസ്തകങ്ങളിലേക്ക് മാത്രം ഒതുങ്ങിക്കൂടാൻ അവൾ തീരുമാനിച്ചു. എന്നാൽ ആ തീരുമാനം അധികനാൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവൾക്കായില്ല. അന്ന് ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് പുതിയൊരു സാർ കടന്നു വന്നു. ജീൻസും നേവി ബ്ലൂ ഷർട്ടും ധരിച്ച് കയ്യിലൊരു ഡയറിയും പിടിച്ച് ചിരിച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് വന്ന അദ്ദേഹത്തെ ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും ഇഷ്ടപ്പെടുമായിരുന്നു. അതുവരെ പുസ്തകത്തിൽ മാത്രം നോക്കിയിരുന്ന അവളുടെ കണ്ണുകൾ അറിയാതെ സാറിലേക്ക് നീണ്ടു. സാറിന്റെ ശബ്ദവും ക്ലാസ് എടുക്കുന്ന രീതിയും ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു. കവിതകൾ ഓരോന്നും സാർ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം തന്നെ നോക്കി സംസാരിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. വീട്ടുകാരുടെ വാക്കുകൾ ഓർക്കാൻ ശ്രമിച്ചെങ്കിലും സാറിന്റെ ആ ചിരിക്ക് മുന്നിൽ അവളുടെ മനസ്സൊന്ന് പതറി. അവളുടെ ഹൃദയമിടിപ്പ് പതിയെ കൂടാൻ തുടങ്ങി. ആദ്യമായി അവളുടെ ശ്രദ്ധ പഠിത്തത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക്, ആ ഇംഗ്ലീഷ് സാറിലേക്ക് മാറി തുടങ്ങിയിരുന്നു. സാറിന്റെ ക്ലാസുകൾ അവൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. അതുവരെ ബുദ്ധിമുട്ടായി തോന്നിയ ഇംഗ്ലീഷ് ഇപ്പോൾ അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിഷയമായി മാറി. സാറിന്റെ മുന്നിൽ എപ്പോഴും മികച്ചവളായിരിക്കണം എന്ന ആഗ്രഹം അവളുടെ മനസ്സിൽ ശക്തമായി. ഇംഗ്ലീഷ് പരീക്ഷകളിലെല്ലാം അവൾക്ക് ഫുൾ മാർക്ക് വാങ്ങി ക്ലാസ്സിലെ ടോപ്പറായി. സാറിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം അവൾ രാത്രി ഇരുന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിച്ചുകൂട്ടി. ക്ലാസ്സിൽ സാർ എന്ത് ചോദ്യം ചോദിച്ചാലും മറ്റാര് കൈപൊക്കും മുൻപ് അവളുടെ മറുപടി എത്തിയിരിക്കും. അവളുടെ ഈ മിടുക്ക് സാറിന് അവളോട് വലിയൊരു ബഹുമാനവും താല്പര്യവും ഉണ്ടാക്കി. ക്ലാസ്സിൽ കയറി വരുമ്പോൾ തന്നെ സാറിന്റെ കണ്ണുകൾ ആദ്യം തിരഞ്ഞിരുന്നത് അവളെയായിരുന്നു. എല്ലാവരും ഇവളെ കണ്ടു പഠിക്കൂ എന്ന് സാർ ക്ലാസ്സിൽ ഉയർത്തി സംസാരിക്കുമ്പോൾ അവളുടെ ഹൃദയം അഭിമാനം കൊണ്ടും പ്രണയം കൊണ്ടും നിറയുമായിരുന്നു. എന്നാൽ ആ സന്തോഷങ്ങൾക്കിടയിൽ അവളുടെ മനസ്സിൽ ഒരു വിഷമം അലട്ടിയിരുന്നു. അവൾ സാറിനെ നോക്കിയത് ഒരു കാമുകിയുടെ കണ്ണുകളിലൂടെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ ചെറിയ ചിരിയിലും നോട്ടത്തിലും അവൾ പ്രണയം തിരഞ്ഞു. പക്ഷേ സാറിന് അവൾ വെറുമൊരു മിടുക്കിയായ വിദ്യാർത്ഥിനി മാത്രമായിരുന്നു. ഒരു അധ്യാപകന് തന്റെ പ്രിയപ്പെട്ട സ്റ്റുഡന്റിനോട് തോന്നുന്ന അത്രയും സ്നേഹം കരുതലും മാത്രമേ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളൂ. അവൾ സാറിന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോഴൊക്കെ അതിൽ പ്രണയത്തിന്റെ ഒരു തരിപ്പ് പോലും കണ്ടെത്താൻ അവൾക്കായില്ല. തന്നെ അദ്ദേഹം ഒരു നല്ല സ്റ്റുഡന്റ് എന്നതിലുപരി മറ്റൊരു തരത്തിൽ നോക്കിക്കാണുന്നില്ല എന്ന തിരിച്ചറിവ് പതിയെ അവളെ വേദനിപ്പിച്ചു തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു ഫ്രീ പീരീഡ് വന്നു. കുട്ടികളെല്ലാം ഒച്ച വെച്ച് ബഹളം വെച്ച് നിൽക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് സാർ കയറി വന്നു. ബഹളം വെച്ചതിൽ സാറിന്റെ വക ഒരുപാട് വഴക്ക് കേട്ടു. നിങ്ങൾക്ക് കാര്യമായി എന്തെങ്കിലും ഒരു പണി തരണം സാർ പറഞ്ഞു. കുട്ടികൾ ഒന്നടങ്കം പറഞ്ഞു, നമുക്ക് എന്തെങ്കിലും ഗെയിം കളിക്കാം സാർ. അപ്പോഴാണ് സാറിനൊരു ഐഡിയ തോന്നിയത്. അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരോടുമായി പറഞ്ഞു, ശരി, നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും എന്നെക്കുറിച്ച് തോന്നുന്ന കാര്യങ്ങൾ, എൻ്റെ നല്ല വശങ്ങളും എന്നിലെ പോരായ്മകളും ഒക്കെ ചേർത്ത് ഒരു പേപ്പറിൽ എഴുതി തരൂ. ആരും പേര് എഴുതേണ്ടതില്ല. നിങ്ങളുടെ സത്യസന്ധമായ അഭിപ്രായം അറിഞ്ഞാൽ മാത്രം മതി. എനിക്ക് എന്നെ തന്നെ തിരുത്താമല്ലോ. ക്ലാസ്സിലെ കുട്ടികളെല്ലാം ആവേശത്തോടെ പേപ്പർ കഷ്ണങ്ങൾ കീറി എഴുതാൻ തുടങ്ങി. എന്നാൽ അവരുടെ ഹൃദയം പെട്ടെന്ന് ശക്തിയായി മിടിക്കാൻ തുടങ്ങി. കൈകൾ ചെറുതായി വിറച്ചു. മനസ്സിൽ കാലങ്ങളായി ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ വലിയ രഹസ്യം, തന്റെ ജീവനായ പ്രണയം, സാറിന് എഴുതി കൊടുത്താലോ എന്ന് അവൾക്ക് തോന്നി. പേര് വെക്കാത്തത് കൊണ്ട് സാർ ഒരിക്കലും അറിയില്ലല്ലോ ഇത് താനാണ് എഴുതിയതെന്ന്. അവൾ തന്റെ ഡയറിയിൽ നിന്നും ഒരു പേപ്പർ കഷ്ണം കീറിയെടുത്തു. പേനത്തുമ്പ് പേപ്പറിലേക്ക് വെക്കുമ്പോൾ വീട്ടുകാരുടെ കർശനമായ മുന്നറിയിപ്പ് ഒരു നിമിഷം മനസ്സിൽ വന്നുപോയി. എങ്കിലും സാറിനോടുള്ള പ്രണയം അതിനെല്ലാം മറികടന്നു. അവൾ എഴുതാനായി തുടങ്ങി. സാർ, എന്നെ സംബന്ധിച്ച് നിങ്ങളിൽ ഒരു പോരായ്മയുമില്ല. നിങ്ങളുടെ ഓരോ ക്ലാസ്സും, ആ ചിരിയും ശബ്ദവും എൻ്റെ ലോകം തന്നെ മാറ്റിമറിച്ചു. ഒരു അധ്യാപകനപ്പുറം ഈ ഹൃദയം നിങ്ങളെ ഒരുപാട് പ്രണയിക്കുന്നുണ്ട്. എഴുതി കഴിഞ്ഞ് അവൾ ആ പേപ്പർ മടക്കി മറ്റുള്ളവരുടെ പേപ്പറുകൾക്കൊപ്പം സാറിന്റെ മേശപ്പുറത്തേക്ക് വെച്ചു. സാർ ആ പേപ്പറുകളെല്ലാം ഒരുമിച്ചെടുത്ത് തന്റെ ബാഗിലേക്ക് വെക്കുമ്പോൾ അവൾ ശ്വാസം അടക്കി പിടിച്ചു നോക്കി നിൽക്കുകയായിരുന്നു. ആ കത്ത് വായിക്കുമ്പോൾ സാറിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നോർത്ത് അവൾ ഉള്ളിൽ ഒരു ആകാംക്ഷയും ഭയവും ഒരുപോലെ നിറഞ്ഞു. കത്ത് കൊടുത്തതിന് ശേഷമുള്ള ആ 2 ദിവസങ്ങൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ദിവസങ്ങളായിരുന്നു. സാർ കോളേജിലേക്ക് തീരെ വന്നതേയില്ല. ഇംഗ്ലീഷ് പീരീഡ് വരുമ്പോഴൊക്കെ സാറിന്റെ ഒഴിഞ്ഞ കസേര നോക്കി അവളുടെ നെഞ്ചു പിടഞ്ഞു. അവളുടെ ഉള്ളിലെ ഭയം ഒരു തീയായി പടരാൻ തുടങ്ങി.
വേണ്ടിയിരുന്നില്ല, അങ്ങനെ ഒരു കത്ത് കൊടുക്കേണ്ടിയിരുന്നില്ല എന്ന് അവൾ സ്വയം തപിച്ചു. സാർ വരാത്തത് തൻ്റെ ആ കത്ത് കാരണമാണോ? സാറിന്റെ മുന്നിൽ തനിക്കൊരു നല്ലൊരു ഇമേജ് ഉണ്ടായിരുന്നു. ക്ലാസ്സിലെ ഏറ്റവും മിടുക്കിയായി ഒതുക്കമുള്ള വിദ്യാർത്ഥിനി. താൻ കാരണം ആ നല്ല പേര് നഷ്ടപ്പെടുമോ? സാറിന്റെ മനസ്സിൽ തന്നോടുള്ള ബഹുമാനം ഇല്ലാതാകുമോ? താൻ എഴുതിയ പേപ്പറിൽ പേര് വെച്ചില്ലെങ്കിലും ക്ലാസ്സിലെ മറ്റാരെക്കാളും നന്നായി തൻ്റെ കയ്യക്ഷരവും താൻ സ്ഥിരമായി ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്കുകളും സാറിന് നന്നായി അറിയാം. സാർ അത് കണ്ടുപിടിച്ചിട്ടുണ്ടാകുമോ? ആകെ പേടിച്ച് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ക്ലാസ്സിലെ ഒരു കോണിൽ തല താഴ്ത്തിയിരുന്നു. 3-ാം ദിവസം സാർ ക്ലാസ്സിലേക്ക് നടന്നു വന്നപ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് നിൽക്കുന്നത് പോലെ തോന്നി. അവൾ പേടിയോടെ സാറിന്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ സാറിന്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. പഴയതുപോലെ തന്നെ ശാന്തതയും മനോഹരമായ ചിരിയോടെയാണ് അദ്ദേഹം ക്ലാസ്സിലേക്ക് വന്നത്. സാർ തന്നെ നോക്കുമ്പോൾ ആ കണ്ണുകളിൽ ദേഷ്യമോ സംശയമോ ഒന്നും അവൾ കണ്ടില്ല. അതോടെ അവൾക്കൊരു കാര്യം ഉറപ്പായി. സാർ ആ കത്തുകളൊന്നും ഇതുവരെ വായിച്ചിട്ടില്ല. അവളുടെ മനസ്സിൽ നിന്ന് വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ തോന്നി. പെട്ടെന്നാണ് ക്ലാസ്സിലെ ഒരു കുട്ടി എഴുന്നേറ്റ് ചോദിച്ചത്, സാർ, അന്ന് ഞങ്ങൾ എഴുതി തന്ന ആ പേപ്പറുകളൊക്കെ വായിച്ചോ? എന്താണ് അഭിപ്രായം? അത് കേട്ട് സാർ തലയാട്ടിക്കൊണ്ട് പറഞ്ഞു, അയ്യോ, സോറി സോറി സോറി, ഞാൻ ഇതുവരെ നിങ്ങളുടെ കത്തുകളൊന്നും തന്നെ എടുത്തു നോക്കാൻ പോലും പറ്റിയില്ല. കഴിഞ്ഞ 2 ദിവസമായി ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു. ഇന്ന് രാത്രി പോയി ഇരുന്ന് എല്ലാം വായിക്കണം. സാർ അത് പറഞ്ഞു തീർന്നതും ക്ലാസ്സിലെ ഒരു മൂലയിൽ നിന്നൊരു കുട്ടി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാം അറിയാം സാർ, സാറിന്റെ വിവാഹം ഉറപ്പിച്ചു ല്ലേ? അതിന്റെ തിരക്കിലായിരുന്നില്ലേ ഈ 2 ദിവസം? അത് കേട്ടതും ക്ലാസ്സിലെ വലിയൊരു ബഹളവും കുട്ടികളുടെ വക കയ്യടിയും ഒക്കെ തുടങ്ങി. എല്ലാവരും സാറിന് ആശംസകൾ നേരാൻ തുടങ്ങി. സാറിന്റെ മുഖം നാണം കൊണ്ട് ചുവക്കുന്നത് അവൾ കണ്ടു. എന്നാൽ ആ നിമിഷം അവിടെ ചുറ്റുമുള്ള ലോകം നിശ്ചലമായതുപോലെ തോന്നി. കാതുകളിൽ ഒരു വലിയ ഇരമ്പൽ മാത്രം. താൻ ജീവന തുല്യം പ്രണയിച്ച തന്റെ പ്രണയം എഴുതിവെച്ച കത്ത് സാറിന്റെ ബാഗിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വിവാഹം ഉറപ്പിച്ചു എന്ന വാർത്തയാണ് അവൾ കേൾക്കുന്നത്. അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഹൃദയം തകരുന്നത് അവൾ അറിഞ്ഞു. താൻ എഴുതിയ കത്ത് ഇന്ന് രാത്രി സാർ വായിക്കും. പക്ഷെ ഇനി എന്ത് അർത്ഥമാണ് അതിനുള്ളത്? അന്ന് രാത്രി അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തോർന്നതേയില്ല. തന്റെ മുറിയിലെ ജനലിലൂടെ ആകാശത്തേക്ക് നോക്കി അവൾ ഒരുപാട് കരഞ്ഞു. ആദ്യമായി തോന്നിയ പ്രണയമാണ്. ഒരു പൂമൊട്ട് വിരിയും മുമ്പേ കൊഴിഞ്ഞതുപോലെ അവൾക്ക് തോന്നി. നാളെ സാർ ആ കത്ത് വായിക്കും. അത് ഞാനാണെന്ന് മനസ്സിലാക്കിയാൽ ഇനി എങ്ങനെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കും എന്ന ചിന്ത അവളിൽ കൂടുതൽ തളർത്തി. പിറ്റേന്ന് കോളേജിലേക്ക് പോകാൻ അവൾക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. എങ്കിലും കനത്ത ഹൃദയത്തോടെ അവൾ ക്ലാസ്സിലേക്ക് എത്തി. ഇംഗ്ലീഷ് പീരീഡ് ആയപ്പോൾ സാർ ക്ലാസ്സിലേക്ക് നടന്നു വന്നു. അദ്ദേഹത്തിന്റെ മുഖത്ത് പതിവുള്ള ആ ചിരിയുണ്ടായിരുന്നില്ല. സാർ നേരെ അവിടെ അടുത്തേക്ക് വന്നു. അവിടെ നെഞ്ച് ഭയം കൊണ്ട് പടപടാ മിടിച്ചു. സാർ അവിടെ കയ്യിലേക്ക് ഇംഗ്ലീഷ് പരീക്ഷയുടെ പുതിയ പ്രോഗ്രസ് കാർഡ് വെച്ചു കൊടുത്തു. അതിൽ അവൾക്ക് വീണ്ടും ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. ആ കാർഡിനുള്ളിൽ അവൾ അന്ന് സാറിന് കൊടുത്ത കത്തിന്റെ കഷ്ണവും ഉണ്ടായിരുന്നു. സാർ അത് അവൾക്ക് തിരികെ നൽകിയതാണ്. അവൾ പേടിയോടെയും സങ്കടത്തോടെയും സാറിന്റെ മുഖത്തേക്ക് നോക്കി. സാർ വളരെ ശാന്തമായി ക്ലാസ്സിലെ മറ്റാരും കേൾക്കാത്ത വിധം പതുങ്ങിയ ശബ്ദത്തിൽ അവളോട് പറഞ്ഞു, നിന്റെ കൈയക്ഷരവും ഇംഗ്ലീഷ് പ്രയോഗങ്ങളും ഈ ക്ലാസ്സിൽ എനിക്ക് നന്നായി തിരിച്ചറിയാൻ കഴിയുന്നത് നിന്റേത് മാത്രമാണ്. നീ എഴുതിയത് ഞാൻ വായിച്ചു. ഒരു അധ്യാപകൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമായി ഞാൻ ഇതിനെ കാണുന്നു. നിന്റെ മനസ്സിലെ ആത്മാർത്ഥതയെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷെ എന്റെ ജീവിതത്തിലേക്ക് മറ്റൊരാൾ വരാൻ പോകുകയാണ്. നീ ഒരുപാട് ദൂരം മുന്നോട്ട് പോകേണ്ടവളാണ്. നിന്റെ മാതാപിതാക്കളുടെ പ്രതീക്ഷയും നിന്റെ ഈ കഴിവും ഒന്നിനു വേണ്ടി കളഞ്ഞു കുളിക്കരുത്. ഈ മാർക്കുകൾ എന്നും ഇങ്ങനെ തന്നെ ആയിരിക്കണം. എന്റെ നല്ലൊരു വിദ്യാർത്ഥിനിയായി നീ എന്നും എന്റെ മനസ്സിലുണ്ടാകും. ഒരു നല്ല പുഞ്ചിരിയോടെ സാർ അവിടെ നിന്നും നടന്നു നീങ്ങി. സാറിന്റെ ആ വാക്കുകൾ അവളുടെ ഉള്ളിലെ പ്രണയത്തെ മായ്ച്ചു കളഞ്ഞില്ലെങ്കിലും അവൾക്ക് വലിയൊരു തിരിച്ചറിവ് നൽകി. ചില പ്രണയങ്ങൾ സ്വന്തമാക്കാൻ ഉള്ളതല്ല, മനസ്സിൽ ഒരു മനോഹരമായ ഓർമ്മയായി സൂക്ഷിക്കാൻ ഉള്ളതാണെന്ന് അവൾ തിരിച്ചറിഞ്ഞു. അവൾ ആ കത്തിന്റെ കഷ്ണം തന്റെ ഡയറിക്കുള്ളിലേക്ക് ഭദ്രമായി വെച്ചു. സാറിനോടുള്ള ബഹുമാനവും പ്രണയവും മനസ്സിൽ ഒതുക്കി.
വീട്ടുകാർ ആഗ്രഹിച്ചതുപോലെ തന്റെ പഠിത്തത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവൾ തീരുമാനിച്ചു. ക്യാമ്പസിലെ ഇല പൊഴിയുന്ന ആ വേപ്പുമര ചുവട്ടിൽ അവിടെ ആദ്യ പ്രണയം ഒരു മനോഹരമായ കാവ്യമായി അവശേഷിച്ചു. കാലങ്ങൾ കഴിഞ്ഞിട്ടും അവൾക്ക് ആ ഓർമ്മകൾ ഉപേക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഇന്നും ഇടയ്ക്കിടെ ആ പഴയ ഡയറി എടുത്ത് തുറന്നു നോക്കാറുണ്ടായിരുന്നു. അന്ന് സാർ അവളുടെ കയ്യിലേക്ക് തിരിച്ചേൽപ്പിച്ച ആ ചെറിയ കടലാസ് തൊണ്ട് ഇന്നും അവൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും. അത് നോക്കുമ്പോഴൊക്കെ അവളുടെ കണ്ണുകൾ അറിയാതെ ഈറൻ അണഞ്ഞു പോകും. അത്രമേൽ ആഴത്തിലുള്ളതായിരുന്നു ആ പ്രണയം. അതെ, പെട്ടെന്നൊന്നും ആർക്കും മറക്കാനാവില്ലല്ലോ തന്റെ ആദ്യ പ്രണയം. താങ്ക് യു ഫോർ വാച്ചിങ്.